ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത അവസ്ഥയെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയും ടെൻഷനും വെപ്രാളവും തോന്നുന്നുണ്ടോ? നോട്ടിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ട് കൂടി ഫോൺ എടുക്കെടുക്ക് എടുത്തു നോക്കുകയും റെസ്റ്റ്ലെസ് ആവുകയും ചെയ്യുന്നുണ്ടോ? യു ആർ നോട്ട് അലോൺ. ഇതിൻ്റെ പേരാണ് നോമോഫോബിയ. ഫോൺ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയെ പറ്റിയിട്ടുള്ള പേടി. ഇത് വേൾഡ് വൈഡായിട്ട് എല്ലാവരും ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് നോമോഫോബിയ, എന്താണ് ഇതിന് പിന്നിലുള്ള സൈക്കോളജി എന്നുള്ളതാണ്. ഞാൻ മുബഷിറ റഹ്മാൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം നോമോഫോബിയ എന്ന് പറയുന്നത് നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നതിൻ്റെ ഒരു ചുരുക്കവാക്യമാണ്. അതായത് ഫോൺ ഇല്ലാത്ത അവസ്ഥയെ പറ്റിയിട്ടുള്ള അമിതമായിട്ടുള്ള പേടി. ഇതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ഒന്നും അല്ലെങ്കിലും നമ്മൾ വേൾഡ് വൈഡായിട്ട് ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ നോമോഫോബിയയുടെ സിംറ്റംസ് എന്നുള്ളത് നോക്കാം നമുക്ക്. അതായത് നോട്ടിഫിക്കേഷൻസ് ഇല്ലെങ്കിലും ഫോൺ അടിക്കടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ ഫോൺ അടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഓഫീസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനോ ഇല്ലെങ്കിൽ വീട്ടിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനോ ടാസ്കുകളൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യുക. എപ്പോഴും ഈ സാധനം അടുത്ത് തന്നെ വേണം എന്നുള്ള വാശി പിടിക്കുക. ആക്ച്വലി 66% ആൾക്കാരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ റീസെൻ്റ് ആയിട്ട് പറയുന്ന റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു സാധനത്തിനോട് നമുക്ക് ഇത്രമാത്രം ഡിപ്പെൻഡൻസി വരുന്നത്? അതിനൊരു മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് ഡോപ്പമൈൻ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഈ ഫോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ഇതിൽ വരുന്ന അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ പോലെയുള്ള ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര അഡിക്റ്റീവാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഈ അഡിക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിലേക്ക് പിന്നെയും നമ്മൾ പോകാനുള്ള ചാൻസസ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതായത് ഫോമോ. സോഷ്യൽ മീഡിയ, അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് അല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പഴഞ്ചന്മാരാവും. ഇല്ലെങ്കിൽ നമുക്കിതൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ സംതിങ് എന്തോ നമ്മളെ ലൈഫിൽ മിസ് ഔട്ട് ആവുകയാണ് എന്നുള്ളൊരു തോന്നൽ ഈ ഒരു ക്യാപിറ്റലിസം ഇല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളുടെ ഉള്ളിൽ കുറേ കാലമായിട്ട് ഉണ്ടാക്കി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഒരാളുടെ മുഖം നോക്കിയിട്ട് പറയാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ഫോണിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു പേടിയും കൂടാതെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മളുടെ മൊബൈൽ ഫോൺ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിന് ഒരു ഡിവൈസ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ ഒരു കണക്ഷൻ, നമുക്ക് ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് മൊബൈൽ ഫോണിനോടുണ്ട്. നാലാമത്തത് ഈ കുറേ നോട്ടിഫിക്കേഷൻസും വെബ് സീരീസ്, മൂവീസ്, സിനിമ, കുറേ കളർ ഡിസൈൻസ്, ഇതൊക്കെ നമ്മളുടെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ഓവർ സ്റ്റിമുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ സ്റ്റിമുലേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം. ഈ ഫോണൊന്ന് മാറ്റി വെക്കുമ്പോൾ ഈ സ്റ്റിമുലേഷനൊന്നും ഇല്ലാത്തൊരു സൈലൻസ് നമ്മളുടെ ബ്രെയിനിന് ഇപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. ഒരു ഡിസ്കണക്ഷൻ നമ്മളുടെ ബ്രെയിനിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പണ്ട് നമുക്കൊരു പുസ്തകം വരെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു ഫുൾ പുസ്തകം വായിച്ചാൽ നമുക്കിപ്പോൾ ഒരു പേജ് പോലും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാരണം ഫോൺ മാറ്റി വെക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് ഒരു സ്റ്റിമുലേഷനും ഇല്ലാത്ത അവസ്ഥ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നോമോഫോബിയ എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി റുട്ടീനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ലോങ് ടേമിലേക്കുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഈ നോമോഫോബിയ നമുക്ക് തരുന്നുണ്ട്. എങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസാണ് ഇത് തരുന്നത്? ആദ്യം നമ്മളുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഭയങ്കരമായിട്ട് കൂട്ടും. അതായത് ഈ നോമോഫോബിയ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഭയങ്കര ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യവും നമ്മളുടെ ബ്രെയിന് റെസ്റ്റ് ചെയ്യാനും നമ്മളുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാനും അതുമായിട്ട് നമ്മൾ ഇരിക്കാനുള്ള ഒരു ടൈം നമുക്ക് തരുന്നില്ല. രണ്ടാമത്തത് സ്ലീപ്പിംഗ് പ്രോബ്ലംസ്. അതായത് രാത്രി നമ്മൾ അമിതമായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ സ്ലീപ്പ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അത് സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിറ്റേ ദിവസത്തെ മൂഡിനെ നമ്മളത് എഫക്റ്റ് ചെയ്യും. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സോഷ്യലി ഐസൊലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ഫോണ് തരുന്ന കംഫർട്ട് ഇതിൽ മാത്രം ഒതുങ്ങി ഒരു സോഷ്യൽ സർക്കിളിൽ പണ്ട് നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം കളിക്കാൻ പോകുന്നത് കുറഞ്ഞു, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് നമ്മൾ ഇൻവോൾവ് ആവുന്നതൊക്കെ കുറഞ്ഞിട്ട് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അടുത്തൊരു കാര്യം ഇപ്പം എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല എന്നുള്ളത്. നോമോഫോബിയ നമ്മളുടെ അറ്റൻഷനെയും കോൺസെൻട്രേഷനെയും മെമ്മറിനെയും ഫോക്കസിനെയും എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റ് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫോൺ മാറ്റിവെച്ച സമയങ്ങളിൽ നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആയി മാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മളുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ വർക്ക് സ്ട്രെസ് ഉണ്ടാവും, റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും, അപ്പോൾ ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇത് ലോങ് റണ്ണിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
നിങ്ങൾക്ക് നോമോഫോബിയ ഉണ്ടോ? എങ്ങനെയാണൊന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെൽഫായിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്ക്. എക്സസീവ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ യൂസേജ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 3 മണിക്കൂറിൽ 4 മണിക്കൂറിൽ കൂടുതലൊക്കെ സ്ക്രീൻ ടൈം നിങ്ങൾക്ക് ഉണ്ടോ? ഒരു സോഷ്യൽ സെറ്റിങ്സിൽ ആൾക്കാരായിട്ട് സംസാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെയാണോ അവിടെയും പോയിട്ട് ചിലവഴിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കി നോക്കുക. നോട്ടിഫിക്കേഷൻസ് ഇല്ലെങ്കിലും അടിക്കടി മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അതിനർത്ഥം. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഇത് നമ്മൾ മാനേജ് ചെയ്യുക? ഒന്ന്, നമ്മൾ എത്ര മണിക്കൂർ മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ മൊബൈൽ ഫോണിൽ ചില ആപ്പുകളൊക്കെ ഉണ്ടാവും സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇത്ര മണിക്കൂറായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോൺ ലോക്ക് ആവുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ നോമ്പ് നോക്കാറില്ലേ? നോമ്പ് നോക്കുമ്പോൾ നമ്മൾ എന്താ ഒഴിവാക്കുക? ഭക്ഷണം, വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന പോലെ ഡിജിറ്റൽ സംഭവങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് ചില ദിവസങ്ങളിലേക്കോ ചില മണിക്കൂറുകളോ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ യൂഷ്വലി ഞാനൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സൺഡേ ഒക്കെ മൊത്തത്തിൽ ഡിജിറ്റൽ ഡിവൈസസ്, അതൊരു TV ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, MP3 ഡിവൈസസ് ആയിക്കോട്ടെ, ഗെയിമിംഗ് ഡിവൈസസ് ആയിക്കോട്ടെ, എല്ലാം മാറ്റി നിർത്തി കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഡിസ്ട്രാക്ഷൻ തരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിയൽ കണക്ഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ചില ആൾക്കാരെ ഇപ്പോൾ അടുത്ത് പോയി മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മീറ്റ് ചെയ്യാൻ നോക്കുക, റാദർ ദൻ വിർച്വൽ കോൺവെർസേഷൻസിനെക്കാളും. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരും കമ്മ്യൂണിറ്റിയും സോഷ്യൽ ലൈഫും കൂടി നമുക്ക് ബെറ്ററായി വരും. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമുക്കതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇഫ് യു ഫീലിംഗ് ലൈക്ക് ഓക്കെ, ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു ഹെൽപ്പ് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ ഫേസ് ചെയ്യുന്ന ആളാണോ? നിങ്ങളുടെ മക്കളോ പാർട്ട്ണറോ ഇതേപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്